നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ നായക സങ്കല്പത്തെ പുതിയ വഴിത്താരയിലേക്ക് നയിച്ച നിവിൻ പോളിയും ഒപ്പം അദ്ദേഹത്തിൻ്റെ ഇഷ്ട സംവിധായകനായ എബ്രിഡ് ഷൈനുമായിട്ടുള്ള സംഭാഷണം ഈ എപ്പിസോഡിലും തുടരുകയാണ്. ഈ പറഞ്ഞ പോലെ ഈ രണ്ടുപേരെ, ഒന്ന് സുരാജിനെ പോലെ നല്ല വിലപിടിപ്പുള്ള നല്ല ഹ്യൂമറിൻ്റെ കാര്യത്തിൽ വിളങ്ങുന്ന ഒരാളെ ഒരു വേറൊരു രീതിയിലേക്ക് നിങ്ങൾ കാസ്റ്റ് ചെയ്യുന്നു. അതേപോലെ ഒരു വില്ലൻ, ഒരാസ്ഥാന വില്ലനെ പിടിച്ചിട്ട് വേറൊരു സെൻറ്റിമെൻറ്റ്സിലേക്ക് കൊണ്ട് തളയ്ക്കുന്നു. ഷൈൻ ഈ പറഞ്ഞ നിവിൻ്റെ മനസ്സിൽ അങ്ങനെയുള്ള ധർമ്മസങ്കടങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും ഷൈൻ്റെ മനസ്സിലുണ്ടാകാമല്ലോ ആണെങ്കിൽ അതേ ബോധപൂർവമായിരുന്നു. അല്ല, സുരാജ് ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ആക്ടറാണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഒരു കൺസീവ് ചെയ്യാനും റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള നമ്മളൊരു കോൺഫിഡൻസ് കൊടുക്കുന്നത് തിരിച്ച് 10 തിരിച്ചിരുന്ന ആളാണ്. തീർച്ചയായും അവർക്ക് ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളല്ലേ. അപ്പോൾ അവരോട് നമ്മൾ എല്ലാ ആർട്ടിസ്റ്റുകളും മലയാള സിനിമയിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും ഇതുപോലെ ഹെവി ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. എക്സ്പീരിയൻസ് ഉണ്ട്, അവർക്ക് കയ്യൊതുക്കം ഉണ്ടാവും. ആ സീൻ ഇപ്പോൾ എഫക്റ്റീവായ സമയത്ത് ആ സീൻ വളരെ മനോഹരമാണ്. നിവിൻ പറഞ്ഞതുപോലെ അതിൻ്റെ തൂക്കം എന്ന് പറയുന്നത് ഒരു 10 സീനേക്കാൾ കൂടുതലാണെന്ന് സിനിമ കണ്ടവരെല്ലാം അംഗീകരിച്ചു. പക്ഷെ ആ സീൻ കൺസീവ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം അങ്ങനെ ആയിരിക്കണമെന്നില്ല, വേണമെങ്കിൽ അത് താങ്കൾ അനുഭവപ്പെട്ടത്. നമുക്കൊരു രണ്ട് സീനുകളായിരുന്നു ഉണ്ടായിരുന്നത്, രണ്ട് സീനുകൾ. നിവിൻ അത് വളരെ ഈടുള്ളതാണെന്ന് താങ്കൾക്ക് തോന്നിയിരുന്നത്? അല്ല, ഈ സിനിമ അല്ല, ഞാനിതിൻ്റെ ഈ സീൻ വായിച്ചു കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായ ഒരു സീനാണ്. അപ്പോൾ ഈ സീനിലേക്ക് സുരാജേട്ടനെ ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റാണ്, അതായത് ഒരു ബ്രില്യൻ്റ് ആക്ടറാണ്. പിന്നെ നേരത്തെ പറഞ്ഞോണം, അയ്യോ സുരാജേട്ടൻ ഇങ്ങനെ ഒരു വേഷം ചെയ്യുമോ, അതായത് ഒരു ഫുൾ ലെങ്ത് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 2 സീനെ വിളിച്ചാൽ ചെയ്യുമോ എന്നുള്ള ഒരു ചർച്ചകളൊക്കെ ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. പിന്നെ ഷൈൻ പറഞ്ഞു, ഇല്ല നമുക്ക് സംസാരിക്കണം തെറ്റില്ലല്ലോ. സുരാജേട്ടൻ ഭയങ്കര സന്തോഷത്തോടുകൂടിയാണ് വന്ന് ചെയ്തത്, നമ്മളോട് സഹകരിച്ചത്. അതായത് നമ്മൾ ആദ്യമേ 2 ദിവസം പറഞ്ഞ് വിളിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് എൻ്റെ കഴുത്തുളുക്കി കൺകൂരൊക്കെ വന്നത്. ആ സമയത്ത് സുരാജേട്ടൻ കംപ്ലീറ്റ് നമ്മുടെ കൂടെ നിന്ന് ഈ സിനിമയ്ക്ക് വേണ്ടി സഹകരിച്ചിരുന്നു. ഷൈൻ, നിവിൻ നമ്മളെന്തായാലും ആ സീൻ എന്താണെന്ന് പറയുന്നില്ല. എന്താ കാരണം അറിയോ? വീണ്ടും കുറച്ച് ആൾക്കാരെ കൂടി തിയേറ്ററിൽ കയറ്റാൻ വേണ്ടി. ഇതിൻ്റെയൊക്കെ അവസാനം കണക്കെടുക്കുമ്പോൾ പ്രൊഡ്യൂസർ ഒരു കമ്മീഷൻ കൂടെ തന്നേക്കണം, നമുക്ക് കൂടാതെ. അതിലൊരു സീനിൽ സുരാജ് ത്രൂ ഔട്ട്, അതായത് ഒരു സൈഡിൽ നമ്മൾ ക്യാമറ വെച്ചിട്ട് 2 സൈഡിലും ക്യാമറ വെച്ചിട്ട് കഴിക്കുകയാണ്. അത് ഒറ്റ ടേക്കാണ്, ഒരേ ഒരു ടേക്ക്, രണ്ടാമതൊരു ടേക്ക് പോയിട്ടില്ല. ഒറ്റ ടേക്കിൽ ആ സീൻ ഫിനിഷ് ചെയ്തു. സംതൃപ്തരാണ്. ഒരു ടേക്ക് മതി, പിന്നെ വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇത്ര പെട്ടെന്ന് തീർന്നു പോയൊരു വിഷമം. അല്ല, അത് ഞാൻ പറഞ്ഞത് അവരൊരു ബ്രില്യൻസിയെ കുറിച്ച് പറയണം. അതായത് കൺസീവ് ചെയ്യുന്നതിനെ കുറിച്ച് അവർ വല്ലാത്തൊരു കൈപ്പൊരുത്തം കഥാപാത്രത്തെ നന്നായിട്ട് ആവാഹിച്ചു. അതെ. ഒരു പാടാനുള്ള മൂഡിലേക്ക് നിവിൻ എത്തിയ പാടില്ല സാർ, ഞാൻ പാടില്ല സാർ. വരട്ടെ. എബ്രിഡ് ഷൈൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അക്കൂസ്റ്റിക് സാധാരണ ഇൻസ്ട്രുമെൻ്റ് എല്ലാം വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് കുറേ പാട്ട് ചെയ്ത് തന്നാൽ കൊള്ളാമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, 20 കൊല്ലം കഴിഞ്ഞപ്പോൾ സിനിമയൊക്കെ ചെയ്താൽ ശോഭിക്കണമെന്നില്ല, ഇപ്പോഴത്തെ ടേസ്റ്റ് അങ്ങനെ മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എബ്രിഡിനോട് പറഞ്ഞു, എനിക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഇല്ല എബ്രിഡ്, യു ക്യാരി ഓൺ വിത്ത് യുവർ യൂഷ്വൽ ടീം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അവർ വിട്ടില്ല. 2-3 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് എന്നെ നിർബന്ധിച്ചപ്പോൾ അവസാനം ഞാൻ സമ്മതിച്ചു. ജെറി അമൽദേവ്, നിവിൻ, എബ്രിഡ്, ഒരുപാട് പുതിയ സംഗീത സംവിധായകന്മാർ നമ്മുടെ നാട്ടിലുണ്ട്, ഒരുപാട് ടാലൻസ്. നിങ്ങൾ പുതിയ ആൾക്കാരെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതിന് ഗുണഭോക്താക്കളാണ്, അതിന് ഉപഭോക്താക്കളാണ്. എങ്ങനെ ജെറി അമൽദേവ് എന്നുള്ളൊരു സങ്കല്പം മനസ്സിലാവും? ഒരു വൈരുദ്ധ്യം ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു, അതെയോ? എങ്ങനെ അതിലേക്ക് എത്തി? സാറിന് പാട്ടുകൾ എത്രയോ ചെറുപ്പം തൊട്ട് നമ്മൾ കേൾക്കുന്നതാണ്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളും നോക്കത്ത ദൂരത്ത് കണ്ടെന്നിരുന്നു, ഒരു പള്ളിപ്പാട്ടിൻ്റെ ഒരു സുഖം പലപ്പോഴും എല്ലാ പാട്ടുകളും. അപ്പോൾ ഞാനിതുപോലെ ജെറി സാറിൻ്റെ നമ്പർ എനിക്ക് ഒരു പ്രാവശ്യം കിട്ടിയപ്പോൾ സാറിനെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഞാൻ പറഞ്ഞു, അപ്പോൾ സാറ് ലാസ്റ്റ് സിനിമ ചെയ്തിട്ട് ഏകദേശം 10-20 വർഷമായി. അപ്പോൾ ഞാൻ വളരെ കാഷ്വലായിട്ടുള്ള സംസാരത്തിനിടയ്ക്ക് സാറിനോട് ചോദിച്ചു, സാർ എന്താണ് ഇപ്പോൾ ചെയ്യാത്തത്, അല്ലെങ്കിൽ സാറിനെ ഡിറ്റാച്ച്ഡായിട്ട് നിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ സാർ പറഞ്ഞു, കുറേ ആയിട്ട് ഇങ്ങനെ ആൾക്കാർ വിളിക്കാറില്ല, ഏതോ 10-20 വർഷങ്ങളായിട്ട് ആൾക്കാർ വിളിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നി, ഇത്രയും ലെജൻഡറി, ഇത്രയും വലിയൊരു മ്യൂസീഷ്യൻ, അദ്ദേഹത്തെ ആളുകൾ അങ്ങനെ എന്തുകൊണ്ട് എനിക്കത് ഭയങ്കര സർപ്രൈസായിപ്പോയി. അപ്പോൾ ഞാൻ ചോദിച്ചു, സാർ എന്നാൽ എനിക്ക് 2 പാട്ട് ചെയ്തു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ ഞാൻ വീണ്ടും ചോദിക്കണമെന്ന് വെച്ചാൽ, നിങ്ങൾ യു ആർ പ്രോൺ ടു ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ യങ്സ്റ്റേഴ്സ്. സാധാരണ നിങ്ങളുടെ ഒരു പ്രത്യേക ഏജിൽ, നിങ്ങളുടെ ഒരു കോൺസെപ്റ്റിൽ പുതുമുഖങ്ങളെയും പുതുധാരകളെയും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്.
ഒരുപക്ഷെ ഷൈൻ്റെ വേണമെങ്കിൽ മെഡൽ ഓഫ് പ്ലാങ്കട്ടയിൽ ഈ ജെറി അമൽദേവ് കിടപ്പുണ്ടാവും കുറേ കാലമായിട്ട്, ഒരു വൈറസായിട്ട് അവിടെ കിടപ്പുണ്ടാവും. അതായിരിക്കും താങ്കളുടെ പുറത്തേക്ക് വന്നത് അല്ലേ? എനിക്ക് ഈ പാട്ടുകൾ അല്ലെങ്കിൽ ഇപ്പോൾ 80കളിൽ ചെയ്ത പാട്ടാണ്, 80കളിൽ ചെയ്ത സാറിൻ്റെ പാട്ടുകൾ, അല്ലെങ്കിൽ 90കളിൽ ചെയ്ത പാട്ട് 2016 ആകുമ്പോഴും കേൾക്കാൻ താങ്കൾക്ക് ഇഷ്ടം തോന്നുന്നുണ്ടോ? അതോ? എനിക്ക് വളരെ ഇഷ്ടമാണ്. അത് ഇഷ്ടമില്ലാതെ ഉണ്ടോ? ഞാൻ സിനിമാ സംവിധായകനല്ലാത്തതുകൊണ്ട് അത് ശരി, അല്ല അഭിപ്രായം പറയാൻ പറ്റില്ല. എനിക്കിഷ്ടമാണ് പേഴ്സണലി. ചിലപ്പോൾ ഞാൻ ഒരു 40 വയസ്സുകാരനായതുകൊണ്ടായിരിക്കാം, മനസ്സിലായില്ലേ? അപ്പോൾ എനിക്ക് ഇതൊരു 25 വർഷം മുമ്പുള്ള പാട്ട് ഞാൻ കുറച്ച് പ്രായമുള്ള ആളായതുകൊണ്ട് എനിക്ക് ഇഷ്ടം തോന്നിയതായിരിക്കാം. പക്ഷേ ചെറുപ്പക്കാരനായ നിവിനോട് ഞാൻ പറയുകയാണ്, നിവിൻ നമുക്ക് ജെറി സാറിൻ്റെ അടുത്ത് കൊണ്ട് സാർ ഇങ്ങനെ ഒരു ട്യൂൺ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിവിനെ മൊബൈലിൽ കേൾപ്പിച്ചപ്പോൾ നിവിന് ഈ ട്യൂൺ ഇഷ്ടമായി. അപ്പോൾ ഈ ഇത്രയും വർഷങ്ങൾ 25 വർഷങ്ങൾക്ക് ശേഷം ഒരു പാട്ട് സർവൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് കാലാതിവർത്തി ആവുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ മാർക്ക് കൊടുക്കണ്ടേ അല്ലേ? നമ്മളിപ്പോൾ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ പാട്ടുകൾ അത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും അത് സർവൈവ് ചെയ്യുന്നുണ്ടല്ലേ, അല്ലെങ്കിൽ ഇപ്പോഴും ഇത് ക്ലാസിക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ മാസ്റ്റേഴ്സ് അല്ലേ? ആ മാസ്റ്റേഴ്സ് നമ്മുടെ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ട്. ഞാൻ സിനിമ ചെയ്യുന്നൊരു കാലഘട്ടത്തിൽ ജെറി അമൽദേവ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എൻ്റെ സിനിമയിൽ എടുക്കാൻ പറ്റുന്നത് എൻ്റെ ഭാഗ്യമാണ്. ഇത് ഈ ജെറി അമൽദേവിൻ്റെ പേരൊക്കെ ഷൈൻ പറഞ്ഞിരുന്നോ? പറഞ്ഞു. എന്നെ ആദ്യമായിട്ട് ഞാനൊരു പാട്ട് കേൾപ്പിക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാട്സാപ്പിൽ ഒരു പാട്ട് കേൾപ്പിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ അടിപൊളിയാണുള്ളത്, ആരാണ് ചെയ്തതെന്ന് വെച്ചപ്പോൾ ജെറി സാറാണ്. അപ്പോൾ ഷൈൻചേട്ടൻ പറഞ്ഞു ജെറി സാറിനെ ആക്കിയത്. ഒരു ഡൗട്ടും വേണ്ട, നമുക്കത് പോയി സമ്മതിക്കുമെന്ന് ചോദിച്ചു. സമ്മതിക്കുമെന്ന് അറിഞ്ഞുകൂടാ, സംശയമാണ്. അല്ല എങ്ങനെയെങ്കിലും നമുക്ക് ജെറി സാറിനെ തന്നെ കിട്ടിയാൽ കൊള്ളായിരുന്നു. എനിക്ക് ആ പാട്ട് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സാറപ്പോൾ ഇത് പറയുമ്പോൾ എന്നോട് പറഞ്ഞത്, സാർ നിങ്ങളുടെ തരത്തിലുള്ള പുതുതലമുറയിൽപ്പെട്ട ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് ചെയ്യാൻ എനിക്കറിയില്ല. അത്തരത്തിലുള്ള പാട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്, എനിക്ക് അത്തരത്തിലുള്ള പാട്ടുകൾ അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, സാറിന് ഇഷ്ടപ്പെട്ട പാട്ടുകൾ, സാറിന് എന്താണോ ഇഷ്ടമെന്ന് തോന്നുന്നത് അത് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ഒരു ഞാൻ നോക്കുകയാണ്, അല്ലെങ്കിൽ 20 വർഷങ്ങൾക്ക് മുൻപ് 25 വർഷങ്ങൾക്ക് മുൻപുള്ള അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ പാട്ടിപ്പോൾ റീപ്രൊഡ്യൂസ് ചെയ്ത് അക്കോസ്റ്റിക് ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ച് വായിച്ച് നോക്കട്ടെ, എന്തായിരിക്കും റിസൾട്ട് കിട്ടുക എന്നുള്ളത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണ്ടേ? നമുക്ക് അങ്ങനെയല്ല എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. വരട്ടവരാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ രണ്ടുപേരും മാസ് സിനിമയോ ക്ലാസ് സിനിമയോ എന്ന് നോക്കിയിട്ടല്ല ഒരു സിനിമ തീരുമാനിക്കുന്നത്. അതിനേക്കാളുപരി ഒരു നല്ല സിനിമ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളൊരു വലിയൊരു നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് എല്ലാ സിനിമകളും ചെയ്യുന്നതും. ഇനി അങ്ങോട്ടുള്ള എല്ലാ പടങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കണം. അതിന് നിങ്ങളുടെ ആ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ശരിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. പിന്നെ എനിക്കൊറ്റ ചോദ്യമുള്ളൂ, ഒരു പടം എന്തായാലും ജെറി അമൽദേവ് സാറിന് നിങ്ങൾ സജസ്റ്റ് ചെയ്തു, ഇനി അടുത്ത സിനിമയ്ക്കും ഇതുപോലെ ആരെങ്കിലും സജസ്റ്റ് ചെയ്തുകൊണ്ട് വരുമോ അതോ എന്നെ തന്നെ വിളിക്കുമോ? ഞാൻ ആദ്യം ലൈറ്റ് ചെയ്ത് തീരുമാനിച്ച ആദ്യത്തെ ടെക്നീഷ്യൻ ഗോപിയായിരുന്നു. ഗോപിയാണ് അതിൻ്റെ ടൈറ്റിൽ സോങ് ചെയ്യേണ്ടത്. ടൈറ്റിൽ സോങ്ങിന് വേണ്ടി ആ സോങ് ഗോപി തന്നെ ആയിരിക്കണം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ ഗോപിയെടുത്ത് പോയി കഥ പറഞ്ഞിട്ട് ഗോപിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ആദ്യത്തെ സിനിമ ചെയ്തത്. ഗോപി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതിൻ്റെ പാട്ടുകളും എല്ലാം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ അഭിമാനമായിട്ട് ഞാൻ വെച്ചിരിക്കുന്ന പാട്ടുകളാണ്. രണ്ടാം സിനിമയിൽ അദ്ദേഹം ഇതേപോലെ കാഷ്വലായിട്ട് മൂന്നാമത്തെ സിനിമയുടെ കാര്യമാണ് ഞാൻ ഗോപിയോട് പറഞ്ഞു, ഞാൻ ജെറി സാറിൻ്റെ കാര്യം ഗോപിയോട് പറഞ്ഞു. അല്ലാതെ ഞാൻ നേരെ ഓടിപ്പോയി എന്നാൽ ഗോപി ഒരു സൈഡിൽ നിന്ന് അങ്ങനെയല്ല. ഗോപിയെ വിശ്വാസത്തിലെടുത്തിട്ടാണ് ജെറി സാറിൻ്റെ അടുത്ത് പോയത്. അല്ല, ഞാൻ ഗോപിയോട് ആദ്യം സംസാരിച്ചു. ഗോപി ഇങ്ങനെ ജെറി സാറിനോട് സംസാരിച്ചപ്പോൾ ജെറി സാറ് ഇതുപോലെ 2 പാട്ട് എനിക്ക് ജെറി സാറിനെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഗോപി പറഞ്ഞു, ഷൈൻ അദ്ദേഹം ഒരു ലെജൻഡറി മ്യൂസീഷ്യനാണ്, അദ്ദേഹത്തെ കൊണ്ട് പാട്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യമാണ്, അത് എക്സ്പീരിയൻസ് ചെയ്യാം, നല്ല ഒരു മ്യൂസീഷ്യനാണ്, മാസ്റ്ററാണെന്ന് പറഞ്ഞിട്ട് ഗോപിയോട് സംസാരിച്ചിട്ട് സംഭവിച്ചതിന് മൂന്നാമത്തേന് പുള്ളി വിടാൻ പാടില്ലെന്ന് പുള്ളി കൃത്യമായിട്ട് നിവിനെ അത് വളരെ ഗോപിക്ക് അക്കാര്യത്തിൽ പറയുന്നതൊന്നും യാതൊരുവിധ മടിയില്ല. ഗോപി വളരെ മുൻനിരയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ പേര് പറയുമ്പോൾ അതിനൊപ്പം എൻ്റെ സിനിമയുടെ സംഗീതം ചെയ്ത, അല്ലെങ്കിൽ അതിന് നാഷണൽ അവാർഡ് കിട്ടിയ ഗോപി സുന്ദർ എന്നൊരു പേരുണ്ട്. അത് അടർത്തി മാറ്റാൻ പറ്റാത്ത ഒന്നാണ്. ഗ്രേറ്റ് ഫിലിം, ഐ ലവ് ദ മൂവി. എനിക്ക് ഓരോ എപ്പിസോഡും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഷൈൻ, എത്ര സ്റ്റോറീസ്, എത്ര ഇൻസിഡൻസ് ആണ് ആക്ഷൻ ഹീറോ ബിജുക്ക് വേണ്ടി സെലക്ട് ചെയ്തത്? ആൻഡ് നിവിൻ, ഡിഡ് യു ലൂസ് വെയിറ്റ് ഫോർ ദ ക്യാരക്ടർ ഓർ പുട്ട് ഓൺ വെയിറ്റ്? രോഹിണി, നിവിൻ, ഡിഡ് യു പുട്ട് ഓൺ വെയിറ്റ് ഓർ ഡിഡ് യു ലൂസ് വെയിറ്റ്? ഞാൻ ഇത്തിരി വണ്ണം വെച്ചു ഇപ്പോൾ.
സിനിമയ്ക്ക് വേണ്ടി വെച്ചോന്ന് ചോദിക്കുന്നു. സിനിമയ്ക്ക് വേണ്ടി വെച്ചിരുന്നു. വെച്ചു. കാരണം ഷൈജനം പറഞ്ഞിരുന്ന ഒരു ബിലീവബിൾ ആയിരിക്കണം, നീ ഒരു ഇൻസ്പെക്ടറുടെ അല്ലെങ്കിൽ ഒരു യൂണിഫോം ഇട്ട് വന്നു കഴിയുമ്പോൾ ഇതൊരു പയ്യൻ യൂണിഫോം ഇട്ട പോലെ തോന്നരുത്, ഒരു ഇത്രയൊരു ഒരു ബൾക്കി സാധനം വേണമെന്ന് പറഞ്ഞിരുന്നു. അത് പറയാൻ എനിക്ക് കേൾക്കേണ്ട താമസം ഞാൻ പിന്നെ ഭക്ഷണം കഴിച്ചു തുടങ്ങി. ഇപ്പോൾ അത് പറഞ്ഞ ലിമിറ്റിൽ വിട്ടുപോയി, ഇനിയൊന്ന് പിടിക്കണം. തിരിച്ചു വരുന്നതിന് മുമ്പ് ഒരാളെയും കൂടി കൊണ്ടുവരേണ്ട സമയം. നിവിൻ്റെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. പ്രേമം എന്ന സിനിമ കഴിഞ്ഞിട്ട് ഒരു കോളേജ് പയ്യനായിട്ട് പിന്നെ ചെയ്തിരിക്കുന്ന ഒരു സബ് ഇൻസ്പെക്ടർ വേഷമാണ്. അത് ഇങ്ങനെയുള്ളൊരു അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ളൊരു പോലീസുകാരൻ അല്ല, വെറുതെ ഒരു ശൂരവീരനായിട്ടുള്ളൊരു പോലീസുകാരൻ എന്നുള്ളതല്ല. ഇറ്റ്സ് എ ലോട്ട് ഓഫ് മെൻ്റൽ ടെർമോയിൽസ് ഉള്ളിൽ കൂടെ കൊണ്ടുവന്ന ഒരു അഭിനയിക്കേണ്ട ഒരു കാര്യം അത് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ഒരു പട്ടാള വേഷം ചെയ്താലേ ചെയ്യൂ. എന്തോ ഒരു കണ്ണ് മേഖലയ്ക്ക് എൻ്റെ മുകളിലുണ്ട്. ഞങ്ങൾ ഇതിനു മുമ്പ് 1-2 സ്ക്രിപ്റ്റും കഥകളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നത്. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു പട്ടാള വേഷം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ സാറിനോട് പറഞ്ഞു, ഞാൻ ഫിസിക്കലി ഒന്ന് ഫിറ്റായി എനിക്കൊരു കോൺഫിഡൻറ്റ് വരേണ്ട ഒരു സമയമുണ്ട്. ആ ഒരു ഗ്യാപ്പ് എനിക്ക് തരണം, അത് കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു. നമ്മുടെ നേരത്തെ ചോദിച്ച ചോദ്യമാണ്. ഇപ്പോൾ നേരത്തെ ഞാൻ നിവിനോട് ചോദിച്ചു, ഷൈന് ബാക്കി വെച്ചൊരു ചോദ്യമുണ്ട്, മറന്നുപോയാ? ഇല്ല, എത്രയോ ഇൻസിഡൻസിലൂടെ കടന്നുപോയി. അതെ, കറക്റ്റ്. കണ്ടോ, ഓർമ്മശക്തി ഉണ്ടെന്ന് പരിശോധിക്കാൻ വേണ്ടി ഞാൻ ചെയ്ത വിദ്യയാണ്. ഞാൻ കഴിഞ്ഞ 8 മാസമായിട്ട് ഇതിൻ്റെ പുറകെയായിരുന്നു. ഞാൻ ഒരുപാട് കഥകൾ കേട്ടു, വളരെ ഡാർക്കായിട്ടുള്ള കഥകൾ. അപ്പോൾ അതിനകത്തുള്ള ലൈറ്റായിട്ടുള്ള വേർഷൻസ് മാത്രമാണ് ഞാൻ തിരഞ്ഞെടുത്തത്. ലൈറ്റായിട്ടുള്ള കുറച്ചൊരു ഇമോഷനുള്ള കുറച്ച് ബാക്കി ലൈറ്റ് ഫൺ പരിപാടികളിൽ നിന്നാണ് ഈ സിനിമ ഇങ്ങനെ കണക്ട് ചെയ്തത്. അതപ്പോൾ ഞാൻ ഒരുപാട് ഭയങ്കര ഡെസ്പറേറ്റായി പോകുന്ന സൊസൈറ്റിയിൽ ഒരുപാട് കാഴ്ചകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ മാറ്റി വെച്ചിട്ട് ഒരുപാട് ഇൻസിഡൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. പറയാനാണെങ്കിൽ എനിക്ക് 100 കഥകൾ പറയാനുണ്ടാവും, കേട്ട കഥകളും ഒക്കെ ആയിട്ട്, പോലീസിൻ്റെ കഥകൾ. അതിൽ നിന്ന് എനിക്ക് ഇവരുടെ ആക്ടിവിറ്റിയിലൂടെ കൂടെ നടന്ന് കണ്ടതിൽ ലൈറ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞാൽ അയാളൊരു കള്ളനെ പിടിച്ചപ്പോൾ അയാളൊരു 10-80ഓളം കേസുകൾ കൺഫസ് ചെയ്തു. പല സ്ഥലത്തായിട്ട് നടത്തിയ പല മോഷണങ്ങളും, വീട് കുത്തി തുറന്ന മോഷണങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇയാളുമായിട്ട് റിക്കവറിക്ക് പോവാണ്. ഓരോ സ്ഥലത്ത് ഈ പോലീസുകാരനെ ഇയാളെ കൊണ്ട് ചെല്ലും. അപ്പോൾ ഇന്ന സ്ഥലത്ത് ഞാൻ മോഷ്ടിച്ചിട്ടുണ്ടെന്ന് പറയും. ആ സ്ഥലത്ത് മോഷ്ടിച്ചിട്ടുണ്ടെന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് അവരുടെ മൊഴിയെടുക്കണം. ഇന്ന സ്ഥലത്ത് സ്വർണം പോയിട്ടുണ്ടോ, അങ്ങനെ മൊഴിയെടുത്തിട്ട് കേസ് തയ്യാറാക്കി FIR എടുത്ത് അത് രജിസ്റ്റർ ചെയ്ത് റിക്കവർ ചെയ്ത് അവർക്ക് കൊടുക്കണം. ഇങ്ങനെയുള്ള പ്രൊസീജിയറിലൂടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ കള്ളൻ്റെ കൂടെ ഈ പോലീസുകാരൻ പോയി യാത്രയാണ്. ആ യാത്രയ്ക്കിടയ്ക്ക് കള്ളൻ പറഞ്ഞു, ഈ വളവ് തിരിഞ്ഞ് ഇവിടുന്ന് ഒരു ഓടിട്ട വീടുണ്ട്, അവിടുന്ന് ഞാൻ മോഷ്ടിച്ചതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ ആ വളവ് തിരിഞ്ഞ് കറക്റ്റ് സ്ഥലത്ത് നിന്നപ്പോൾ അവിടെ ഓടിട്ട വീടില്ല, ആ കറക്റ്റ് പറഞ്ഞ സ്ഥലത്ത് ഒരു വാർത്ത വീടാണ്. അപ്പോൾ ഇയാൾ ചെന്നിട്ട് നോക്കിയപ്പോൾ അപ്പോൾ ആൾ പറഞ്ഞില്ല, എനിക്ക് ഉറപ്പാണിത് ഓടിട്ട വീടായിരുന്നു ഞാൻ കയറിയപ്പോൾ. അപ്പോൾ ഇവർ നോക്കിയപ്പോൾ ഒരു കഴിഞ്ഞ 6 മാസം മുമ്പ് ഇത് വാർത്തതാണ്. ഇതിൻ്റെ മുൻവശം മാത്രം വാർത്തിരിക്കുകയാണ്, ബാക്കിൽ ഓടാണ്. അത്ര ഷാർപ്പ് മെമ്മറിയാണ് അയാൾക്ക്. ഇയാൾ കയറി ചെന്നപ്പോൾ ഈ സ്ത്രീയോട് ചോദിച്ചു, ഈ ഡോറ് തുറന്നിട്ട് ഈ സ്ത്രീയോട് ചോദിച്ചപ്പോൾ അവർ ഇവിടുന്ന് സ്വർണ്ണമൊന്നും പോയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഭർത്താവ് കുറച്ച് എന്താ ഈ പോലീസുകാരൻ ചോദിക്കുന്നതെന്ന് വെച്ചിട്ട് ഭർത്താവ് ഇറങ്ങി വന്ന ഇങ്ങനെ ഒരു ചെയിൻ പോയി അവരുടെ, പക്ഷെ അതൊരു യാത്ര പോയപ്പോൾ പോയതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പോലീസുകാരൻ ആകെ കൺഫ്യൂഷനായിട്ട് പോലീസുകാരൻ ഇറങ്ങിപ്പോന്നു. ഈ കള്ളനോട് ചോദിച്ചു, എന്താണ് അവിടുന്ന് മോഷണം പോയി എന്നുള്ളത് സത്യമാണ്, അവരുടെ സ്വർണ്ണം കളവ് പോയിട്ടുണ്ട്, പക്ഷെ ആ വീട്ടിൽ നിന്ന് കളവ് പോയി എന്ന് ഈ സ്ത്രീ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മോഷ്ടാവ് പറഞ്ഞു, അല്ല, ഞാൻ മോഷണം കഴിഞ്ഞ് തിരിച്ചിറങ്ങി വന്നപ്പോൾ ഈ സ്ത്രീയെ റേപ്പ് ചെയ്തായിരുന്നു, അതുകൊണ്ടാണ് അവർ പറയാത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പോലീസുകാരൻ ഡെസ്പറേറ്റ് ആയിപ്പോയി. കാരണം ഈ കള്ളന് HIV പോസിറ്റീവാണ്, മനസ്സിലായി, HIV പോസിറ്റീവാണ് ഈ പറഞ്ഞ കള്ളൻ. ഇത്രയും ഇൻസൈൻ ആൾക്കാരാണ്, ഇങ്ങനെയുള്ള ഇൻസൈൻ ആൾക്കാരുടെ കൂടെയാണ് നിരന്തരം ഇടപെടലുകളാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തുന്നത്. അപ്പോൾ ഇവർ കുറേ കഴിയുമ്പോഴത്തേക്ക് ഇവർ ബ്രെയിൻ വേറൊരു തരത്തിലാവും, വല്ലാത്ത ഒരു വലിയ ധർമ്മസങ്കടത്തിലാവും. അല്ല, ഇവർ അനുദിനം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു ക്രൈം എന്ന് പറയുന്ന സാധനം അവർ വെൽ സെറ്റാണ്, അതിനോട് സെറ്റായിട്ടുള്ള ആളുകളുടെ കൂടെയാണ് ഇവരിടപഴകുന്നത്. അപ്പോൾ അവരും അങ്ങനെയല്ലേ, അവർ ടഫായിട്ടുള്ള ഗൈസ്. അവർക്ക് എന്താണ്, അവർക്ക് കോടതി അല്ല, എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ പല പോലീസുകാരും ഒരു ക്രിമിനൽ ടെൻഡൻസി കാണിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ ഒരുപാട് ആൾക്കാരുമായിട്ടുള്ള സഹവാസത്തിനിടയ്ക്ക് എങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ പറയുകയാണ്, കഴിഞ്ഞ ദിവസം കൊല്ലത്ത് കരുനാഗപ്പള്ളിയിലെ ഒരു പയ്യനെ 4 പേര് കൂടി അടിച്ചു കൊല്ലുന്നു.
അപ്പോൾ ഈ ആളുകൾ പോലീസ് സ്റ്റേഷൻ ഈ വർക്കലയിൽ ഈ ആളുകളെ പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ ഈ ഫോർട്ട് കൊച്ചിയിൽ നടന്ന ഒരു സ്ഥലത്ത് ഒരു പെൺകുട്ടിയെ 5 പേര് കൂടി റേപ്പ് ചെയ്യുന്നു. ഈ റേപ്പ് ചെയ്യുന്ന ആളുകളെ പിടിക്കേണ്ടത് ഈ ഒരു സബ് ഇൻസ്പെക്ടറാണ്. നിവിൻ, ഈ പറഞ്ഞ പോലെ താങ്കൾ പോലീസുകാരെ ഒബ്സർവ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ പോയി കള്ളന്മാരുടെ കൂടെ പോയോ? കള്ളന്മാരുടെ കൂടെ എങ്ങനെ ഞാൻ പോവാ? അതായത് അര പറഞ്ഞ പോലെ കുറെ ആൾക്കാരുമായിട്ട് പോയി. ഷൈൻ എന്തായാലും ഒരുപാട് കള്ളന്മാരുമായിട്ട് ബന്ധപ്പെട്ടു. ഞാൻ കള്ളന്മാരോട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ സംസാരിച്ചിട്ടില്ല നിവിൻ, അല്ല എനിക്ക് കള്ളന്മാരോട് സംസാരിക്കാൻ എനിക്ക് ഒബ്സർവ് ചെയ്യുന്നത് ഉള്ളി പോലീസാണ്. പോലീസുകാരാണ്. ഒരു കള്ളന്മാരുടെ സൈക്കോളജിയും ഒരു പോലീസുകാരന് വളരെ പ്രധാനമാണ്. അത് കൃത്യമായിട്ട് സംവിധായകൻ പഠിച്ചതുകൊണ്ട് അത് എനിക്ക് പറഞ്ഞു തരുന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ആ ഏരിയയിലേക്ക് സംവിധായകന് കള്ളന്റെ എല്ലാം അല്ല ഞാൻ ഇവരോട് സംസാരിച്ചു എത്രയോ കള്ളന്മാർ ഇത്രയും നിഷ്കളങ്കനായി പോയല്ലോ. നിവിൻ ഒരു വെപ്പ് വെച്ചാട്ടാ. എനിവേ ഒന്ന് കാണിച്ചുതരാം. ഓ ദൈവമേ, ഇത് നിവിൻ മോഷ്ടിച്ചാണ്. ഷൈനൊന്നും മനസ്സിലായില്ലല്ലേ? ഷൈനെ, നിന്നെ എനിക്ക് കുറച്ചു കാലം എൻ്റെ കൂടെ വരണം കേട്ടാ. നിവിൻ അടിച്ചോണ്ട് പോയ ഒരാളെ ഇത് മോഷ്ടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കള്ളനാക്കിയെന്നില്ല. എനിവേ, രണ്ടുപേർക്കും ഒരുപക്ഷെ കേരളത്തിൽ വന്ന് വേര് പിടിച്ച് വളരാനുള്ള അവസരം ഉണ്ടായി. നൈമിഷികമായിട്ടുള്ളൊരു തീരുമാനമായിരിക്കാം. വേണമെങ്കിൽ നിവിൻ്റെ ഫാദറും മദറും നിവിൻ സ്വിറ്റ്സർലാൻഡിൽ തന്നെ വളർന്നാൽ മതിയെന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ മലയാളത്തിന് ഇതുപോലുള്ള ടാലൻ്റഡായിട്ടൊരു നടനെ നഷ്ടപ്പെടുമായിരുന്നു. അതുപോലെ ഷൈനും ഉത്തരേന്ത്യയിൽ എവിടെയായിരുന്നു അല്ലേ ജനിച്ചത്? അച്ഛനെന്താ കൈത്താൻ ഫാനിലായിരുന്നു. ഒരുപാട് ഫാൻ്റെ കാറ്റ് കൊണ്ടുപോകും. അങ്ങനെ രണ്ടുപേരും കേരളത്തിലേക്ക് പറിച്ചിടപ്പെട്ടവരാണ്. നിവിൻ ആദ്യകാലത്തൊക്കെ അമ്മ കൊണ്ട് ഇവിടെ ആലുവയെ കൊണ്ട് നിക്ഷേപിക്കുന്ന സമയത്ത് ചിന്തിച്ചിരുന്നു, സ്വിറ്റ്സർലാൻഡ് പോലെ നല്ലൊരു സ്ഥലമുണ്ടല്ലോ, പിന്നെ എന്തിനാ എന്നെ അവിടെ വളർത്തായിരുന്നത്? എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവിടെ നിൽക്കണം എന്നുള്ളത്. ഞാൻ എപ്പോഴും പപ്പയോടും അമ്മയോട് പറയുമായിരുന്നു എനിക്ക് അവിടെ വരണം, എനിക്ക് അവിടെ നിന്നാൽ മതി, അവിടെ നിന്നാൽ മതി. വേറെ ഒന്നുമില്ല, എൻ്റെ പാരൻസ് അവിടെയാണല്ലോ. ഞാൻ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര വയസ്സ് മുതൽ ഇവിടെ തുടങ്ങി? ചെറുപ്പം മുതൽ ഞാൻ ഇവിടെയാണ്. ഓർമ്മ വെച്ചത് മുതൽ ഇവിടെയാണ്. അപ്പോൾ ഞാൻ വെക്കേഷൻസിന് മാത്രമാണ് അങ്ങോട്ട് പോവുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ വല്യപ്പച്ചൻ്റെ കൂടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്, അച്ഛൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ. അപ്പോൾ എനിക്ക് എപ്പോഴും അച്ഛനും അമ്മയും അവിടെ ആയതുകൊണ്ട് അച്ഛനും അമ്മയുടെ കൂടെ പോയി താമസിക്കുന്നത് ഭയങ്കര ആഗ്രഹമാണ്. എനിക്ക് ആ സ്ഥലം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊന്ന് പല കാരണങ്ങളാൽ അതൊന്നും നടന്നില്ല. പക്ഷെ അതൊക്കെ ആ നഷ്ട സ്വപ്നങ്ങളൊക്കെ പിന്നീട് വലിയ വലിയ സ്വപ്ന സാക്ഷാത്കാരത്തിനാണ് വഴിവെച്ചത്. എല്ലാത്തിനും ഒരു സമയമുണ്ട് അല്ലെ? അതല്ലല്ലോ ഇതിനകത്ത്. എല്ലാത്തിനും എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഷൈനും അവിടെ എവിടെയാണ്? ഡൽഹി കുറച്ച് കാലമായിരുന്നു. ഇല്ല, ഞാനൊരു 7 വയസ്സായപ്പോൾ ഇങ്ങോട്ട് പോന്നു. അച്ഛനമ്മ അവിടെ തന്നെയായിരുന്നു, നോർത്ത് ഇന്ത്യയിലായിരുന്നു. പിന്നെ എനിക്ക് നോർത്തിൽ എവിടെയായിരുന്നു? അമ്മ ഉത്തർപ്രദേശിലായിരുന്നു, അച്ഛൻ നോയിഡയിലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകുമായിരുന്നു. വെക്കേഷൻ കൊണ്ടുപോകും. നിവിനെ പോലെ തന്നെ എന്തുകൊണ്ട് അവിടെ അവരുടെ കൂടെ വളർന്നുകൂടാ എന്ന് ചോദിച്ചിരുന്നു? ഇല്ല, അങ്ങനെ ഷൈൻ വളരെ പാവമായി കൊണ്ട് അങ്ങനെ ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. അല്ല ഷൈനെ, എങ്ങനെ ഇവരുടെ ഇടയ്ക്ക് നിന്ന് പിഴയ്ക്കുന്നു ചോദിക്കുക? ഇതുപോലുള്ള വിളവന്മാരുടെ അടുത്ത് എങ്ങനെ ഷൈൻ നിന്ന് പിഴയ്ക്കുന്നു? നിവിനെ പോലെ ആൾക്കാരോ? ഇപ്പം നമ്മൾക്കൊരു വിഷമം തോന്നുന്ന സമയത്ത് ഇപ്പം ഞാൻ ഏതെങ്കിലും തരത്തിലുള്ള നമ്മൾ ഡെസ്പറേറ്റ് ആണെന്ന് തോന്നുന്ന സമയത്ത് നിവിൻ എനിക്ക് മെസ്സേജ് ചെയ്യും. നിവിൻ നമ്മളെ ചാർജ് ചെയ്യും. നിവിനാണ് താങ്കളുടെ ചാർജർ? അല്ല, അല്ലല്ല, നമ്മൾ എത്രയോ അവസരങ്ങളിൽ ഞാൻ നിവിനുമായിട്ട് സിനിമ തുടങ്ങിയ ശേഷം ഒക്കെ നിവിൻ്റെ ഒരു സപ്പോർട്ടെന്ന് വെച്ചാൽ അതൊരു ഭീകരമായൊരു സപ്പോർട്ടാണ്. നമ്മളുള്ളൊരു വിശ്വാസം, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്, അതൊക്കെ നമുക്കങ്ങനെ ഒരു സിനിമയുടെ ഇങ്ങനെയുള്ള സൗഹൃദങ്ങളാണ് ഷൈനെ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചില അർത്ഥങ്ങളും അല്ലെങ്കിൽ ലക്ഷ്യങ്ങളും ഉണ്ടാക്കി തരുന്നത്. നിവിൻ, ഈ സിനിമ എപ്പോഴാണ് താങ്കളുടെ മസ്തിഷ്കത്തിലേക്ക് വന്നത്? പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ എല്ലാവർക്കും ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവുമല്ലോ, ഒരു ഹീറോ ആവണം, സിനിമയിൽ വരണം എന്നുള്ള എല്ലാ അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ലാതെ സിനിമയാണ് കറക്റ്റ് എൻ്റെ ട്രാക്ക് എന്നുള്ളത് മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് സമയം എടുത്തിരുന്നു. ഞാൻ പഠിച്ച് കഴിഞ്ഞ് ജോലി ചെയ്തുകൊണ്ട സമയത്ത് എനിക്ക് മനസ്സിലായി ഇതല്ല എൻ്റെ വഴി എന്ന് മനസ്സിലായി. ഞാൻ വീട്ടിൽ അവതരിപ്പിച്ചു എനിക്ക് റിസൈൻ ചെയ്യണം. അപ്പോൾ അച്ഛനൊക്കെ ചീത്ത പറഞ്ഞു. പക്ഷെ 2 വർഷം കഴിയുമ്പോൾ റിസൈൻ ചെയ്തു. പിന്നെ ഒരു 1.5 വർഷം ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഈ 1.5 വർഷം ഭയങ്കര ആ 1.5 വർഷം വളരെ ബുദ്ധിമുട്ടി കടന്നുപോയൊരു സമയമാണ്. പക്ഷേ ഈ 1.5 വർഷമാണ് എന്നെ ഒന്ന് കറക്റ്റ് കടന്നെടുത്ത്. അതായത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയാമായിരുന്നു നിവിൻ നല്ലൊരു പ്രൊഡ്യൂസർ ആകുന്നു. എന്താണ് നല്ല കണക്കിന് നല്ല ഗ്രാഹ്യമുള്ള ഒരാളായിരുന്നു. അതങ്ങനെ കണക്കിലോ? മാത്സ് നല്ല ഇഷ്ടമുള്ള വിഷയം. മാത്സ് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പ്രൊഡ്യൂസർക്ക് വേണ്ട ഏറ്റവും വലിയ അവിഭാജ്യ ഘടകം മാത്സിനോടുള്ള ഒരു ഗ്രിപ്പാണ്. അതെ.
ഷൈൻ സൂക്ഷിച്ചോളൂ കേട്ടോ. കണക്കല്ലേ? കണക്ക് കൂട്ടലിൽ ഒരു തരത്തിലും മോശക്കാരനല്ല നിവിൻ. എഞ്ചിനീയറിംഗിലേക്ക് പോകും, ഇൻഫോസിലേക്ക് പോകും, ഒരു സ്വസ്ഥതയും ഉണ്ടായില്ല. സ്വസ്ഥതയല്ല, ഞാൻ ഹാപ്പി ആയിരുന്നില്ല. എനിക്ക് ആ ജോലി ഇൻഫോസിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് ഹാപ്പി ആയിട്ടുള്ളവരുണ്ട്. ഇത് ജോലി തന്ന ഗുണം ഓൺസൈറ്റ് പോകാം, പല പല രാജ്യങ്ങൾക്ക് ഇറങ്ങാം, നല്ല ശമ്പളം കിട്ടും, ഇതെല്ലാം ഇതിൻ്റെ കൂടെയുള്ള പ്ലസ് പോയിന്റ്സ് ആണ്. പക്ഷെ എനിക്കതിലൊന്നും എനിക്കൊരു സന്തോഷം കിട്ടിയില്ല. എനിക്കതല്ല വേണ്ടിയിരുന്നതെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ നെക്സ്റ്റ് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. അത് ഈ 1.5 വർഷമാണ് എന്നെ ഒന്ന് കറക്റ്റ് ആക്കിയെടുത്തത്. താങ്കൾക്ക് ഇൻഫോസിലെ ജോലി ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ അതെയോ ഒരുപക്ഷെ താങ്കളുടെ പ്രേമഭാജനം നാട്ടിൽ തന്നെ ആയിരുന്നുകൊണ്ടാണോ? ഏതായിരുന്നു? അല്ല, ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ബാംഗ്ലൂരായിരുന്നു. ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പോലും ഞാൻ റിനോട് പറയുന്നത് എനിക്ക് ജോലി ഇഷ്ടമല്ല. അപ്പോൾ റിന എപ്പോഴും പറയും, എന്താണോ താല്പര്യം, എന്ത് ചെയ്യാനോ താല്പര്യം, അതിലേക്ക് അത് ചെയ്താൽ മതി. താങ്കളോട് പഠിച്ചതല്ലേ? എന്നോട് പഠിച്ചു. ഒരു ക്ലാസ് പഠിച്ചാണ്? ഒരു ക്ലാസ് പഠിച്ചാണ്. സഹപാഠിയായിരുന്നു. എങ്ങനെയായിരുന്നു? ആരാണ് ആദ്യം പ്രപ്പോസ് ചെയ്തത്? ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു പ്രപ്പോസൽ ഒന്നും ഉണ്ടായിട്ടില്ല. ഇഷ്ടമാണെന്ന് ഒരാൾ പറയേണ്ട ഇഷ്ടം ഇല്ല, ഞങ്ങൾ തമ്മിൽ ഭയങ്കര കൂട്ടായിരുന്നു. ഞങ്ങളിങ്ങനെ വളർന്ന് പിന്നെ അത് പരസ്പരം മനസ്സിലാക്കിയതാണ്. ഇതേ ഞങ്ങൾ അങ്ങോട്ട്. ഇത് കോളേജാണോ? ഇത് ഞങ്ങളെ ഇതിലെവിടെ? നിവിൻ എവിടെ ഉണ്ട്? ഈ അറ്റത്തും ഏത് ആ അറ്റത്തേക്കണ? അതെ അതെ. ഈ പിള്ളേർ ചിരിച്ചു തുടങ്ങി കേട്ടോ. അതൊക്കെ ഒരു കോലം. ഓ, ഞങ്ങൾ ബാക്ക് ബെഞ്ചസ് ആണ്. ബാക്കിലിരിക്കുന്നത് അങ്ങനെ തന്നെ, ബാക്കിലിരിക്കുന്ന 4 പേരാണ്. ഇതിൽ താങ്കളുടെ റിന്നെ പിടിക്കാത്തുണ്ടോ? ഇരുന്നത് ഫ്രണ്ടിലിരിക്കുന്നു. ഓ, അപ്പൊ പൊസിഷനും കറക്റ്റാണ്. ഒരു മാറ്റമില്ല. അപ്പൊ താങ്കൾ ഒരു 1.5 വർഷക്കാലം ഇങ്ങനെ അവരുമായിട്ട് കൂട്ടായിരുന്നു. താങ്കളുടെ ഒരു പങ്കാളിത്തത്തിലേക്ക് താങ്കൾ ഡെവലപ്പ് ചെയ്തു. അങ്ങനെ ഡെവലപ്പായി വന്നതാണ്. ഡെവലപ്പ് ചെയ്തു വളരെ നൈസർഗികമായി, സ്വാഭാവികമായിട്ട് ഇങ്ങനെ വളർന്നു വന്നതാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു പ്രൊപ്പോസൽ സീനോ അങ്ങനെ ക്ലീഷേ സീൻസ് ഒന്നും ഇല്ല സത്യം പറഞ്ഞാൽ. ഷൈൻ ചെയ്തതുപോലെ അങ്ങനെ പ്രപ്പോസ് ചെയ്തിട്ടില്ല. വളരെ നൈസർഗിക സ്വാഭാവികമായിട്ട് വന്ന് പരിണമിക്കുക. ഷൈൻ ചേട്ടൻ അതിന്റെ ഉസ്താദായിരുന്നു. ശരി, ഷൈൻ്റെ മൂക്ക് വേർത്തു. ഷൈൻ വിചാരിച്ചു ഇതെങ്ങനെ ഇദ്ദേഹം അറിഞ്ഞു. നിങ്ങളുടെ ഒരുപാട് പരിപാടികൾ അറിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നിവിൻ, അപ്പം ആ ഒരു പാർട്ട്ണർഷിപ്പ് എനിക്ക് തോന്നുന്നു നിവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഭാഗ്യത്തിന്റെ ഒരു ചിഹ്നം കൂടിയായിരുന്നു അല്ലേ? തന്നെയായിട്ടുള്ള ആ പിന്നെ ഒരു സൗഹൃദം. അടിയൊക്കെ കൂടിയിരുന്ന ഇടയ്ക്ക്. അടിയൊക്കെ എപ്പോഴും കൂടും, ഇപ്പോഴും കൂടുമല്ലോ. പിന്നെ ഭയങ്കര അടിയും. എന്താ പുള്ളിക്കാരത്തേക്ക് നിവിനിൽ ഇഷ്ടപ്പെടാത്തൊരു സ്വഭാവത്താണ്? അല്ല, ഞാൻ ഈ ഫുൾ ടൈം ഇങ്ങനെ ഓരോ പരിപാടിയൊക്കെ ആയിട്ട് ഞാനിങ്ങനെ പുറത്തായിരിക്കും. ഇപ്പോൾ ഇന്ന് ഇന്റർവ്യൂഷനൊക്കെ പറഞ്ഞിരിക്കും. അപ്പോൾ വീട്ടിൽ സ്വാഭാവികമായിട്ട് ഇരിക്കാനുള്ള സമയം കുറവാണ്. വീട്ടിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ള ഒരുപാട് പരാതികളുണ്ട്. പക്ഷെ നമുക്ക് വർക്ക് ചെയ്തല്ലേ പറ്റൂ. നമ്മൾ ഞാനന്ന് ദുബായ് കണ്ടപ്പോൾ പിന്നെ ഫാമിലിയൊക്കെ കൂടെ ഉണ്ടായിരുന്നല്ലോ ഷൂട്ടിങ്ങിന് 1 മാസത്തോളം. ഞാൻ അത്ഭുതപ്പെട്ടു. 1 മാസം എൻ്റെ നിവിൻ വൈഫിനെയും കുട്ടിയും കൂടെ ഞങ്ങളിപ്പോൾ അതുകൊണ്ട് എല്ലാ ഷൂട്ടിംഗ് ഞാൻ ഫാമിലിയുടെ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുള്ള സമയമെങ്കിൽ നമുക്ക് ഒരുമിച്ച് കിട്ടും. അല്ലെങ്കിൽ ഒരു 45-50 ഡേയ്സ് നമ്മൾ മാറിയിരിക്കേണ്ടി വരും. എനിക്കാണെങ്കിൽ മോനെ ഭയങ്കര വീക്ക്നെസ്സാണ്. അപ്പോൾ മോനെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് ഭയങ്കര ദാവീദ് ബുദ്ധിമുട്ടാണ്. ഞാൻ നിവിനോട് മോന്റെ പേര് വെച്ചപ്പോൾ ദാവീദ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വെച്ചു ഗോലിയ തരാന്ന് ചോദിച്ചു. നമ്മൾ അന്ന് കാലത്ത് നമ്മൾ കണ്ടേ അല്ലേ, മോർണിംഗ് ഞാൻ ഷൂട്ടിങ്ങിന് പോകണം. അന്ന് ഒരു തൊപ്പിയൊക്കെ ഇട്ട് എനിക്ക് പക്ഷെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞില്ല നിവിൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അത്ഭുതമായി. എന്നാൽ 1 മാസമായിട്ട് ഭാര്യയും മോനുമായിട്ടൊക്കെ അവിടെ താമസിക്കുകയാണ്. പക്ഷെ ഒരു ലൊക്കേഷനിലെ ആൾക്കാരൊക്കെ ആയിട്ട് സ്വറയൊക്കെ പറഞ്ഞ് അവരുടെ കൂടെയൊക്കെ ചെലവഴിക്കുമ്പോൾ അത് കിട്ടുന്നൊരു ഫീൽ ചിലപ്പോൾ ഒരു പക്ഷേ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ നഷ്ടപ്പെടുമോ നിവിന്? അതായത് ഫാമിലി സിനിമയുടെ ആ ഒരു സ്വച്ഛന്തമായ ഒരു പ്രവാഹത്തിന് തടസ്സമാവും? ഇല്ല. ഇവര് ലൊക്കേഷനിലേക്ക് വരും. ലൊക്കേഷനിൽ വന്ന് എല്ലാവരുമായിട്ടും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഞങ്ങൾ ഷൂട്ടിങ്ങിന് ഇപ്പം എല്ലാവരുടെ ഫാമിലി ഉണ്ടായി. വിനീതിന്റെ ഫാമിലി, അജുവിന്റെ ഫാമിലി ഉണ്ടായി, നോബൽ പ്രൊഡ്യൂസറിന്റെ ഫാമിലി ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ ആണുങ്ങളൊക്കെ ഷൂട്ടിങ്ങിലാണെങ്കിൽ പെണ്ണുങ്ങളെല്ലാവരും ഒരുമിച്ച് ഷോപ്പിംഗ് എന്തെങ്കിലും പരിപാടി ആയിട്ട് പോകും. അപ്പോൾ അതങ്ങനെ എൻഗേജഡ് ആയിരിക്കും. അതല്ലേ പണി കിട്ടും. അത് പണി കിട്ടും, അല്ലെങ്കിലും പ്രശ്നമാണ്. പക്ഷെ അത് നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മനസ്സിലാക്കിയേ പോകാൻ പറ്റുള്ളൂ. നമുക്ക് ഷൂട്ടിംഗ് നിർത്തി വെച്ചിട്ടൊന്നും നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ അങ്ങനെയൊന്നും പറ്റില്ല. പക്ഷേ ദാവീദിനെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ഒരു വിഷമമാണ്. എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഏറ്റവും വലിയ വീക്ക്നെസ് താങ്കളുടെ മകനാണ്. ഇപ്പം അവനാണ് അത്. അവൻ സിനിമയെ കണ്ട് വിമർശനം ആരംഭിച്ചിട്ടുണ്ടോ? ഇല്ല, സിനിമയിൽ കണ്ട അപ്പാന്ന് അവന് മനസ്സിലാവും. അല്ലാതെ അവന് നല്ലതാണോ ചീത്തയാണോ എന്ന് പറയാൻ ആയിട്ടില്ല. ഭാര്യ എങ്ങനെയാണ്? നല്ല വിമർശകയാണ്. ഞങ്ങൾ ആക്ഷൻ ഹീറോ ബിജുവിൻ്റെ ഡബ്ബിങ് സമയത്ത് അവൾ വന്നിരുന്നിട്ട് 2 സീൻ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഷൈനിയുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇതായി, ദൈവമേ ഇനി
ഭാര്യ വന്ന് കയറി അഭിപ്രായം പറയുന്നതിന് വല്ല പ്രശ്നം ഷൈൻ ചേട്ടന് തോന്നുന്നൊക്കെ എനിക്ക് ടെൻഷനായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നിട്ട് അവിടെ ചീത്ത പറഞ്ഞു, നീ എന്തിനാണ് അവിടെ പോയി അഭിപ്രായം പറയാൻ പോയത്, അത് നീ കണ്ടിട്ട് ഇതായി പറഞ്ഞാൽ പോലെ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഷൈൻ ചേട്ടൻ പറഞ്ഞില്ല, അവൾ പറഞ്ഞ പോയിന്റ് കറക്റ്റ് ആയിരുന്നു. എന്നിട്ട് നമ്മളെന്തോ ഡയലോഗ് ആഡ് ചെയ്യോ എന്തോ ചെയ്തല്ലേ. എന്താ കാരണം അറിയാം, നമ്മൾ കാണാത്ത ആണുങ്ങൾ ആംഗിളുകൾ ഈ പെണ്ണുങ്ങൾ കാണും അല്ലേ. പെട്ടെന്ന് ഇങ്ങനെ അഭിപ്രായം എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അല്ലെ ദിവീനെ, നമ്മൾ കാണാത്ത ചില പോയിന്റുകൾ പെണ്ണുങ്ങൾ കണ്ടു. ഒരു ഭയങ്കര ഷാർപ്പല്ലേ, മോഹൻ ചിരിച്ചു സൂക്ഷിക്കണം. എല്ലാം സൂക്ഷിച്ചാണ്, എല്ലാം സൂക്ഷിച്ചാണ് പിന്നെ കംപ്ലീറ്റ്. ഇടയ്ക്ക് ഇങ്ങനെ എവിടെയാണ് നിവിൻ ചേട്ടൻ പോകുന്നതെന്നൊക്കെ എന്താ വിളിക്കണം, നിവിൻ എന്നാ വിളിക്കണേ? നിവിൻ ഒരുമിച്ച് പഠിച്ചാണ്, ഒരു ഫ്രണ്ട്സ് ആണല്ലോ. ഫ്രണ്ട്സാണ്. നിവിനെ ഞാൻ ഒന്നും കൂടെ ചോദിച്ചോട്ടെ, ഷൈൻ എന്നെ കൊണ്ട് ചോദിപ്പിക്കാൻ വേണ്ടി ഷൈൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഷൈൻ അത്ര പാവല്ല കേട്ടോ, ചോദിക്കുന്നു. നിവിനെ നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ നിങ്ങൾ 2 സാധാരണക്കാരാണ്, 2 സാധാരണ കുട്ടികൾ, ഇങ്ങനെ പാറി എന്താണ് പറയണ്ടേ പരിലസിച്ച് കിടന്ന 2 യൗവനങ്ങൾ. ജോലി ചെയ്യുമ്പോഴും നിങ്ങൾ വളരെ സാധാരണക്കാരൻ. ഇപ്പം നിവിൻ്റെ ഗ്രാഫ് വളരെ ഉയർന്നിരിക്കുന്നു, വളരെ സത്യമായൊരു കാര്യമാണ്. ഭാര്യ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? ഷീ ഈസ് സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. അവൾ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര സപ്പോർട്ടീവാണ്. തുടക്കം മുതൽ ഞാൻ ഇൻഫോസിൽ ജോലി ചെയ്യുന്ന സമയത്ത് പോലെ അവൾ പറയുമായിരുന്നു, ഇത് ഇഷ്ടമല്ലെങ്കിൽ നിനക്ക് എന്താണോ ഇഷ്ടം അത് നീ ചെയ്താൽ മതി, അല്ലാതെ നിർബന്ധിച്ച് ഈ ജോലി ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞങ്ങളുടെ കല്യാണം കഴിക്കുന്ന സമയത്ത് എൻ്റെ ആദ്യത്തെ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളൂ, മലർവാടി റിലീസ് നെക്സ്റ്റ് മന്താണ് കല്യാണം കഴിഞ്ഞത്. അപ്പോഴും നമുക്കങ്ങനെ ഒരു ഉറപ്പെന്ന് പറയാറായിട്ടില്ല. ഒരു സിനിമ റിലീസ് ചെയ്ത സമയം നമ്മൾ സിനിമയിൽ നിൽക്കുമെന്നൊന്നും നമുക്ക് അങ്ങനെ ഒന്നും ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ, കാരണം എത്രയോ പേര് ഇതുപോലെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഇൻഡസ്ട്രിയിൽ. പക്ഷെ അപ്പോഴും ഒരു കുഴപ്പമില്ല, സിനിമയാണ് ഇഷ്ടമെങ്കിൽ സിനിമയിൽ അഭിനയിക്കുക. നമ്മളെക്കാളും കൂളാണ് പുള്ളിക്കാരി, കൂളാണ്. അപ്പോൾ പുള്ളിക്കാരി വർക്കിംഗ് ആണ്, അപ്പോൾ പുള്ളിക്കാരി ഭയങ്കര സപ്പോർട്ടീവായിട്ട് നമ്മുടെ കൂടെ നിന്നു. അപ്പോൾ അത് അങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് വലിയൊരു കാര്യമാണ്. അത് മനസ്സിലാക്കി കൂടെ നിൽക്കുക. ഭാര്യ ഭയങ്കര പൊസസീവാണ്. ഭയങ്കര പൊസസീവ് അല്ല, അത്യാവശ്യം പൊസസീവാണ്. എല്ലാ ഭാര്യമാരെ പോലെയും പൊസസീവാണ്. അത് ചോദിക്കണോ? ഇവിടെ വന്ന് പല ആൾക്കാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മൊബൈൽ ഫോൺ ഭാര്യ ഏൽപ്പിച്ച പ്രശ്നം പരിഹരിക്കുന്നു. നിവിനെ ഏൽപ്പിക്കുന്നുണ്ടോ? മൊബൈൽ ഫോണിൽ ഏൽപ്പിക്കാലോ അല്ലേ, എന്താ കുഴപ്പം? ഇതിന് ഷൈൻ ചേട്ടൻ നോക്കുന്നില്ല. ഷൈൻ ചേട്ടനെ ഏൽപ്പിക്കാറുണ്ട് അല്ലേ? ഷൈൻ ചേട്ടൻ ഏൽപ്പിക്കാറുണ്ട്. എന്റെ ചോദ്യത്തിന് കൃത്യമായൊരു മറുപടി പറഞ്ഞിട്ടില്ല. ശരി, അടുത്തേക്ക് വരട്ടെ. ഇത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇന്റർ കോളേജ് ആൽബം കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, പല പല കോളേജ്. അത് നടത്തിയത് ഏരീസ് കമ്പനിയാണ്, സോഹൻ റോയ് നടത്തുന്ന ഏരീസ് കമ്പനിയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഒരു ആൽബം ചെയ്യാൻ, ഒലിവ് എന്ന് പറഞ്ഞൊരു ബാൻഡുണ്ട് ഞങ്ങളുടെ കോളേജിൽ നിന്ന്. അവരൊരു പാട്ട് കമ്പോസ് ചെയ്യും, അതിൻ്റെ അകത്ത് ഇങ്ങനെ കോമ്പറ്റീഷൻ അയക്കാൻ വേണ്ടി ചെയ്ത ഒരു ആൽബമാണ്. ഞങ്ങളുടെ വളരെ പൈസയൊന്നും ഇല്ലാണ്ട് എല്ലാവരും കൂടി 100, 150, 200 രൂപ ഷെയർ ഇട്ട് ഒരു പഴയ ഏതൊരു ക്യാമറ എവിടെ നോക്കി ഒപ്പിച്ച് ഡയറക്ഷൻ ഒന്നും അറിയാത്ത കുറെ നമ്മൾ വളരെ അമച്വറായിട്ട് പറ്റുന്ന ഒരു അറിവ് വെച്ചിട്ട് നമുക്കുള്ളത് ആഗ്രഹവും പാഷനുമാണ്. ഇത് അന്ന് എഡിറ്റ് ചെയ്ത അൽഫോൺസ് ആയിരുന്നു. അൽഫോൺസ് ആയിരുന്നു താങ്കളുടെ ആദ്യകാലത്തെ ഒരു എന്താ, ആദ്യകാലത്ത് താങ്കൾക്ക് സിനിമ താങ്കളിലേക്ക് കുത്തിവെച്ചൊരു കഥാപാത്രമാണ് അല്ലേ? അല്ലെങ്കിൽ സിനിമയുടെ കാര്യത്തിലാണ് നിങ്ങൾ തമ്മിൽ യോജിപ്പുണ്ടായത്? സിനിമയുടെ ചർച്ചകളിലൂടെയാണ് ഞങ്ങൾ കൂടുതൽ അടുത്തത് ശരിക്കും പറഞ്ഞാൽ അൽഫോൺസ്. അന്നേ അവൻ ഭയങ്കര ടാലൻറ്റഡ് ആയിരുന്നു, അവൻ എഡിറ്റിംഗ് ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനെ പല പല കാര്യങ്ങളും പല ആക്ടേഴ്സിനും പ്രൊഫൈൽസ് ഒക്കെ എഡിറ്റ് ചെയ്ത് അവൻ കൊടുക്കുമായിരുന്നു, വീഡിയോ പ്രൊഫൈൽസും എല്ലാം എഡിറ്റ് ചെയ്ത് അവൻ കൊടുക്കുമായിരുന്നു. അപ്പം അങ്ങനെ അവനെ ഏൽപ്പിച്ച് ചെയ്തൊരു ആൽബമാണ്. ഷൈനും നിവിനും തമ്മിൽ ഒരുപാട് സാമ്യമുണ്ട്. എന്താ കാരണം വെച്ചാൽ നിങ്ങളെല്ലാം പ്രത്യേകിച്ചൊരു ലെഗസി ഒന്നും ഇല്ലാതെ സിനിമയിലേക്ക് വന്ന ആൾക്കാരാണ്. പക്ഷെ സിനിമയിൽ നിന്ന് വലിയ ദൂരം പാലിച്ച ഒരു പാരമ്പര്യവും പശ്ചാത്തലമാണ് ഉള്ളത്. വേണമെങ്കിൽ ഷൈൻ വേണമെങ്കിൽ മീഡിയ വന്നിട്ട് വേണമെങ്കിൽ സിനിമയായിട്ടൊന്ന് ബന്ധപ്പെട്ടു എന്ന് പറയാം. നിവിൻ അതും കൂടി ഇല്ല. നിവിൻ ഈ പറഞ്ഞ പോലെ മനസ്സിലുള്ള ഈ ആഗ്രഹം മാത്രമാണ്. അപ്പം ഇത് ചില ഗോഡ് ഫാദേഴ്സ്, ചില സപ്പോർട്ടേഴ്സ്, ചില എന്താ പറയണ്ടേ നമ്മളെ പ്രൊപ്പൽ ചെയ്യാൻ വേണ്ടിയുള്ള ചില വ്യക്തികൾ, അങ്ങനെയുള്ള കഥാപാത്രങ്ങളിലെ സാന്നിധ്യം വേണമെന്ന് എപ്പോഴെങ്കിലും ഷൈൻ ചിന്തിച്ചിരുന്നു? ഇങ്ങനെ നമ്മളെ ദൈവം ഇങ്ങനെ കൊണ്ടുപോകല്ലേ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ ലീഡ് ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ ഫോട്ടോഗ്രാഫിലേക്ക് വരുന്നത് വളരെ ആവശ്യമായിട്ടാണ്. ഞാൻ ഫോട്ടോഗ്രാഫർ ആവണമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് കല്യാണ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടോ? എത്രയോ കല്യാണ ഫോട്ടോ. അവസാനം വധുവിൻ്റെയും വരൻ്റെയും ഒക്കെ മോഹം ഇല്ലാതെ പോയിട്ടുണ്ടോ? ഞാൻ ഫിലിമിലൊക്കെ ഷൂട്ട് ചെയ്തിരുന്നതാണ്. ഇന്നത്തെ കാലത്ത് ഷൈന ഈ കല്യാണം എടുക്കാൻ പോകുന്ന ഫോട്ടോഗ്രാഫറെ ആൾക്കാർ പ്രാകും. എന്താ വെച്ചാൽ ഈ കല്യാണം പല പല ആംഗിളും പരിപാടിയും അവ കിടത്തിട്ടൊക്കെ എടുത്തു കളയുന്നു. അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടോ ഷൈന? എത്രയോ
കല്യാണ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിലേക്കൊക്കെ ഷൈൻ പോകുന്നുണ്ടോ ഇപ്പം? എത്രയോ നാളെ ഞാൻ ലൈറ്റ് പിടിച്ച് നടന്നിട്ടുണ്ട് വീഡിയോയ്ക്ക്. ആദ്യത്തെ റെമ്യൂണറേഷൻ എത്രയായിരുന്നു എബ്രിഡ് ഷൈൻ്റെ? 50 രൂപ. 50 രൂപയ്ക്കാണ് നമ്മുടെ ജീവിതം തുടങ്ങിയത്. അപ്പോൾ ആദ്യത്തെ റെമ്യൂണറേഷൻ ചോദിച്ചതെങ്കിൽ ഇപ്പോഴത്തെ റെമ്യൂണറേഷൻ ചോദിച്ചില്ലേ ആൾക്കാർ വിചാരിക്കും ബ്രിട്ടാ സാർ എന്ത് ബണ്ടറാന്ന്. എത്ര ഇപ്പം എബ്രിഡ് ഷൈൻ ചാർജ് ചെയ്യുന്ന തുക? ഇതിപ്പോൾ നമ്മളെ പറയൂ ഷൈൻ, എന്തിനാ നാണിക്കണേ? ഇല്ല, അങ്ങനെ ഇതിനകത്ത് നമ്മളൊരു ഇതൊന്നും പറഞ്ഞിട്ടില്ല. കൃത്യമായിട്ടുള്ള തുക പ്രേക്ഷകർക്ക് പിടികിട്ടി. ഷൈനെ ഒരു ഇൻകം ടാക്സുകാരൻ ഷൈനെ തേടി വരില്ല. എന്താ കാരണം അറിയോ? ഇവിടെ വന്നിട്ടേ അങ്ങോട്ട് വരുള്ളൂ. അയ്യോ, അവർ ഓർമ്മിപ്പിക്കല്ലോ. ഇടയ്ക്കൊരു ചില പേടി സൂപ്പർ ഉണ്ടല്ലേ. ഇൻകം ടാക്സിന് എല്ലാവർക്കും പേടിയാണ്. ഒരു രക്ഷയില്ല. എന്താ കാരണം വെച്ചാൽ കണക്കെന്ന് പറയുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമല്ല. വേറൊരാളെ കണക്ക് തെറ്റിയാലും നമ്മുടെ കണക്ക് തെറ്റാം. സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഇത്. ഭയങ്കര രസകരമായ എപ്പിസോഡാണ്. അൽഫോൺസ് പറഞ്ഞു, ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഏട്ടാ ഞാനൊരു ആൽബം ചെയ്യാൻ പ്ലാൻ ഉണ്ട്, ഇപ്പം നീ ഒന്ന് അഭിനയിക്കുമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ആൽബം നീ ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യം. ആ സമയത്ത് ഒരുപാട് ആൽബങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആൽബത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ലടാ, ഞാനത് കുറച്ച് ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു പ്ലാനാണ്. പക്ഷേ എന്താണ് കഥ? കഥ എന്ന് പറഞ്ഞാൽ, അതായത് നായിക ഉറങ്ങിക്കിടക്കുമ്പോൾ നായകൻ മതിൽ ചാടി വരുന്നു. എന്നിട്ട് നായികയുടെ മുമ്പിൽ നായകൻ പാട്ട് പാടുമ്പോൾ നായിക എഴുന്നേക്കും. എന്നിട്ട് പാട്ട് പാടി കഴിയുമ്പോൾ നായകൻ മതിൽ ചാടി തിരിച്ചു പോകും. ഞാൻ പറഞ്ഞു അടിപൊളി, വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കഥയാണ്, ഞാൻ ഇതുവരെ കേൾക്കാത്തൊരു കഥയാണ്, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? അപ്പോൾ അൽഫോൺസ് പറഞ്ഞു, എടാ അത് കഥ ഇങ്ങനെയാണ്, ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു രീതി വേറെയാണ്, നീ വരാൻ പറഞ്ഞു. എനിക്ക് അവനിൽ ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടെങ്കിലും അവനെങ്ങനെ ചില വട്ട് പറയുന്നുള്ള കാര്യം ഇല്ല. അതായത് അവൻ നരേറ്റ് ചെയ്യാനായിട്ട് ഇത്തിരി വീക്കാണ്. ഒരു കഥ നരേറ്റ് ചെയ്യാനായിട്ട് അവന് കൃത്യമായിട്ട് പറ്റില്ല. പക്ഷെ അവൻ എന്താണ് അവൻ ഉദ്ദേശിക്കുന്നുള്ള അവന് സ്ക്രീനിൽ അവന് കാണിക്കാൻ പറ്റും. മൂപ്പർ നരേഷൻ അല്പം വീക്കാണ്. പക്ഷേ മൂപ്പർക്ക് ഒരു കാമ്പുണ്ടെന്നുള്ള കാര്യം നിവിൻ അറിയാം, നേരത്തെ അറിയാം. നമ്മൾ ഇവൻ വെറുതെ ഒരു പരിപാടിക്ക് ഇറങ്ങില്ല എന്നുള്ള കാര്യം നമുക്ക് ഭയങ്കര ഉറപ്പായിരുന്നു. അങ്ങനെയാണ് ഈ ആൽബം ഷൂട്ട് ചെയ്യാൻ വേണ്ടി ചെല്ലുന്നത്. 2 ദിവസം കൊണ്ട് എടുത്ത ഒരു ആൽബമാണ്. ജോർജാണ് എൻ്റെ ക്യാമറ. ഇപ്പോൾ തമിഴിലെ ഇപ്പോൾ തെറിമാരെ എല്ലാം ക്യാമറ ചെയ്യുന്ന ജോർജ് വില്യംസ് ആയിരുന്നു എൻ്റെ ക്യാമറ. പക്ഷെ അതിൻ്റെ ഔട്ട് വന്നപ്പോൾ നമ്മളെല്ലാവരും ഞെട്ടിപ്പോയി. ഇതിൻ്റെ ഔട്ട് കണ്ടിട്ട് ആദ്യം തന്നെ വിളിക്കുന്നത് വിനീതാണ്. വിനീതാണ് എനിക്ക് തോന്നുന്നത് ആദ്യം കണ്ടത്. അമ്മയുടെ അടിപൊളി ആൽബം ആയിട്ടുണ്ട്, ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അത് കാണാൻ വേണ്ടി ചെന്നൈ പോയി. ചെന്നൈ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി. അപ്പം പറഞ്ഞു, എടാ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നീ മര്യാദയ്ക്ക് പറയണ്ടേ, നീ ഉദ്ദേശിച്ച പരിപാടി ഇതാന്ന് പറയണ്ടേ. അപ്പോൾ അങ്ങനെ ഇത് കഴിഞ്ഞ് ഞങ്ങളൊരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. എല്ലി എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു ഞാൻ അൽഫോൺസും കൂടി തമ്മിൽ. അതിപ്പോൾ റിലീസ് ചെയ്യാണ്, ചെന്നൈയിൽ തമിഴിൽ റിലീസ് ചെയ്യണം. അവൻ്റെ ആദ്യത്തെ സിനിമ ഇപ്പോൾ നേരം ചെയ്യാൻ വേണ്ടിയിട്ടും ഒരുപാട് പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് പോയപ്പോഴുള്ള വിഷയം ഇതായിരുന്നു. ഈ നേരത്തിന് കഥയൊന്നും പറഞ്ഞ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നരേറ്റ് ചെയ്യാനുള്ള ഒരു ചെറുതായിട്ട് ആൾ വീക്ക്. നേരം എനിക്കൊന്ന് ആദ്യം ഒരു ഷോർട്ട് ഫിലിം ആയിട്ടല്ലേ വന്നത്? ആദ്യം ഷോർട്ട് ഫിലിം ചെയ്തു. പക്ഷെ അത് പിന്നെ അത് സിനിമയാക്കണം. സിനിമയാക്കുമ്പോൾ അതിന് ഒരുപാട് ചേരുവകൾ വേണം, ഒരുപാട് സീക്വൻസുകൾ കൂടുതൽ വേണം. അപ്പോൾ നമുക്കത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കൊന്നും മനസ്സിലാവില്ല. നേരത്തിൻ്റെ ഒരു കഥ പറയാൻ പറ്റുന്ന ഒരു സംഭവമല്ല. പിന്നെ അത് സംഭവിക്കുകയാണ്. അതായത് ഷൈന ഈ പ്രശ്നം അഭിമുഖീകരിക്കാറുണ്ടോ? അതായത് മറ്റുള്ളവരെ അങ്ങ് ബോധ്യപ്പെടുത്താനുള്ള ഒരു ബുദ്ധിമുട്ട് അങ്ങോട്ട്. ഞാൻ ആദ്യത്തെ സിനിമ 1983 ചെയ്യാനായിട്ട് തീരുമാനിച്ച ശേഷം നിവിനെ ഞാൻ വിളിക്കുന്നു. അപ്പോൾ ഞാൻ തലേദിവസം ഇങ്ങനെ സ്റ്റോറി എൻ്റെ പേഴ്സണൽ ലൈഫുമായിട്ട് അടുപ്പമുള്ള എൻ്റെ തന്നെ ഒരു എക്സ്പീരിയൻസാണ്. അപ്പോൾ ഈ കഥ ഞാൻ എൻ്റെ കസിനോട് പറയുന്നു. അതിനുശേഷം ഞാൻ പറയുന്നു നിവിൻ നന്നായിരിക്കും. അപ്പോൾ 40 വയസ്സുള്ള ക്യാരക്ടറൊക്കെയാണ് നിവിന് നന്നായിട്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ആക്ടറല്ലേ, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടർക്ക് അത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ നിവിനെ ഇത് പറയാൻ വേണ്ടിയിട്ട് നിവിനെ ഞാൻ വിളിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ഇടപ്പള്ളി സിഗ്നലിൻ്റെ പാലരുവട്ട സിഗ്നലിൻ്റെ അവിടെ കിടക്കുമ്പോൾ ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോഴാണ് വിളിക്കുന്നത്. അതെ, നിവിനെ വിളിച്ചു. വെരി ഗുഡ്. അപ്പോൾ വണ്ടി ഓടിക്കാൻ വേണ്ട, ഞാനല്ല വണ്ടി ഓടിക്കുന്നത്, ഞാൻ വേറൊരാളെ കൊണ്ട് പ്രതീക്ഷിച്ചാണ്. അപ്പോൾ എന്നോട് എങ്ങനെ കാണിച്ചറിയോ, ഞാൻ ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇത് പറഞ്ഞിട്ട് അതിന് പറയാണ് ഇങ്ങനെ. അപ്പൊ ദിവ്യനെ വിളിച്ചു, ഇട്ടോ കാലൊരു പാവാടോ, തനിക്ക് കള്ളം ഒന്നും പറയാൻ അറിയില്ല, കുറച്ചു കാലം ഇവരുടെ കൂടെ നടക്കുക അല്ലെ ദിവ്യനെ ഒന്ന് കൂടെ കൂട്ട് ഹോട്ടലിൽ വെച്ച് കാണാമെന്ന് പറയുന്നു. അവിടെ കണ്ട് ഞാനൊരു 10 മിനിറ്റ് നിന്നുണ്ടോന്ന് ചെയ്യാൻ പറഞ്ഞു. നിവിന് ഈ സിനിമ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പില്ല. എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു സിനിമ തോന്നിയിട്ടുണ്ടെന്ന് നിവിനോട് പറയുകയും ഒരു 10 മിനിറ്റ് കൊണ്ട് പറയുകയും ഞാനും എൻ്റെ മോനും ഉണ്ട്. അപ്പോൾ നിവിൻ പറയുന്നത് ഷൈജേട്ടാ നല്ല സിനിമയായിരിക്കും, ചെയ്യുകയോ ചെയ്യില്ലെന്ന് നിവിൻ പറഞ്ഞില്ല.
എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല സിനിമയായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരു 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞ കഥയാണ്. അപ്പോൾ എനിക്ക് നിവിനോടായതുകൊണ്ട് അത്രയും ബുദ്ധിമുട്ടേണ്ടി വന്നില്ലേ. അപ്പോൾ അത് നിവിന് ഷൈൻ്റെ സ്വഭാവം ഏറെക്കുറെ മനസ്സിലായി. പക്ഷെ വേറൊരാളുണ്ടായിരുന്നു നിവിൻ്റെ ഒരു മേജർ ബ്രേക്ക് മലർവാടി. നിവിൻ ഒരു സിനിമാ താരമായിട്ട് ഇവിടെ ഉരുത്തിരിക്കുകയാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഈ സിനിമയുടെ സാറ്റലൈറ്റ് ഞാനാണ് മേടിച്ചത്, ഞങ്ങളാണ് മേടിച്ചത്. അപ്പം അതൊക്കെ ഇടയ്ക്ക് മനസ്സിൽ സൂക്ഷിച്ചു വെച്ചേക്കണം. ഉണ്ടല്ലോ, അതിൻ്റെ പുണ്യമാണ് ഇന്ന്. അന്ന് ഒരുപാട് പേര് പറഞ്ഞു ഈ പിള്ളേരെ വെച്ചിട്ടുള്ള സിനിമ എന്തിനാണ് മേടിക്കുന്നത്. പക്ഷേ എന്തോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമയാകുന്നു, അല്ലെങ്കിൽ ഒരു വഴിത്തിരിവാകും നമ്മൾ വിചാരിച്ചു. അതിന് പ്രത്യേകിച്ച് ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണം വേണ്ട. പക്ഷേ എങ്കിൽ പോലും നിവീൻ എന്നുള്ള കലാകാരനെ ആ സിനിമ സൃഷ്ടിച്ചെടുത്തു എന്നുള്ളതിൽ ഞങ്ങൾക്ക് വളരെ ചാരിതാർത്ഥ്യം. വരട്ടെ. 2010 മലർവാടിയുടെ ഓഡിഷൻ്റെ സമയത്താണ് ഞാൻ നിവിനെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ മലർവാടിയുടെ 2 ഓഡിഷൻ കഴിഞ്ഞ് 2 തവണ ഞങ്ങൾക്ക് ബാക്കിയുള്ള ആർട്ടിസ്റ്റിനെയൊക്കെ ഓൾമോസ്റ്റ് അതിനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൽ മെയിൻ ക്യാരക്ടർ പ്രകാശിന് വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷൻ ഞങ്ങൾക്ക് കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ഒരു 3-4 റൗണ്ട് ഓഡിഷനിലാണ് ഞാൻ നിവിനെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ നിവിൻ ഓഡിഷന് വന്ന കാഴ്ച ഇപ്പോഴും പറയുമ്പോൾ കൗതുകമുള്ള കാഴ്ചയാണ്. കാരണം നിവിന് കാലിന് വയ്യായിരുന്നു, നടക്കാൻ വയ്യായിരുന്നു. ബൈക്കിൽ നിന്ന് വീണിട്ടോ മറ്റോ കാല് ഫ്രാക്ചറായിട്ട് ക്രച്ചസിലാണ് നിവിൻ വന്നത്. 2 ഫ്രണ്ട്സ് കൂടിയിട്ട് ഞങ്ങൾ ഓഡിഷൻ നടത്തിയ ഫ്ലോറ് 2 നില മുകളിലായിരുന്നു. അപ്പോൾ സ്റ്റെപ്സ് കയറി വരണമായിരുന്നു. അപ്പോൾ നിവിന് കയറാൻ പറ്റാത്തതുകൊണ്ട് 2 ഫ്രണ്ട്സ് പൊക്കിയെടുത്തിട്ടാണ് നിവിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ ഓഡിഷന് വന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പക്ഷേ വന്ന് ഒരു ബ്ലാക്ക് ഷർട്ടാണ് നിവിൻ ഇട്ടിരുന്നത്. അന്നേ ബ്ലാക്ക് ഷർട്ടും താടിയും നിവിൻ്റെ ഒരു സിഗ്നേച്ചറാണ്. അപ്പോൾ വന്ന് ഓഡിഷൻ ചെയ്ത് ആ ഫസ്റ്റ് പെർഫോമൻസ് ഇരുന്നിട്ട് ഉള്ളൊരു പെർഫോമൻസ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ക്യാമറ ഹാൻഡിൽ ചെയ്തിരുന്ന ആളും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരും എല്ലാവർക്കും പെട്ടെന്നൊരു ഭയങ്കര ഇമ്പ്രഷൻ ഉണ്ടായി. അപ്പോൾ ആ ഇമ്പ്രഷൻ അവിടുന്ന് വളർന്ന് 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 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നിവിൻ പലതവണ ആവർത്തിച്ചൊരു കാര്യമാണ്, ജീവിതത്തിൽ ഒരാളോടൊരു കടപ്പാടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് ഈ കുറുകിയ മനുഷ്യരോടാണ്. തീർച്ചയായിട്ടും. അതിനപ്പുറം വേറെ എനിക്ക് എന്താണെന്നൊന്നും പറയാനില്ല. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും ഞാനിപ്പോൾ ഏത് ഇൻ്റർവ്യൂ ഏത് സിനിമ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് ലൈഫിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനൊരു തുടക്കം കുറിച്ചൊന്ന ആൾ വിനീതാണ്. അപ്പോൾ അത് എന്നും മനസ്സിലുണ്ടാവും. താങ്കളുടെ ജീവിതത്തിൽ ഒരു ജനറേറ്ററാണ് അദ്ദേഹം. അതെ അതെ അതെ, ഒരുപാട് വൈദ്യുതി സപ്ലൈ ചെയ്തു. അതെ അതെ അതെ. ഞാനിപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലൊക്കെ ഞാൻ വിനീതായിട്ട് വിളിച്ച് സംസാരിക്കും. ഇപ്പം പല സിനിമകളുടെ ചർച്ചകളോ അല്ലെങ്കിൽ കഥ കേൾക്കുമ്പോഴൊക്കെ ഞാൻ വിനീതായിട്ട് സംസാരിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇടയ്ക്ക് ഞാൻ ഡൗൺ ആണെന്ന് വിനീതിനെ തോന്നിക്കഴിഞ്ഞാൽ വിനീത് എന്നെ വിളിച്ച് ചാർജ് ചെയ്യും. അപ്പം അങ്ങനെ ഒരു ബ്രദർലി ഒരു കെമിസ്ട്രി ഉണ്ട്. നിവിൻ ഈ ഇതിന് ഓഡീഷന് പോകുമ്പോൾ എനിക്കൊന്നും താങ്കൾക്ക് വലിയ പ്രതീക്ഷ ഒന്നും ഉണ്ടാവില്ല അല്ലേ? ഇല്ല ഇല്ല, ഒരു പ്രതീക്ഷയില്ല. അവിടെ ഇങ്ങനെ പരിസരമൊക്കെ വീക്ഷിച്ചപ്പോൾ അല്ല, ഞാനൊരു 1.5 മാസമായിട്ട് വീട്ടിൽ പുറത്തിറങ്ങാൻ പറ്റാതെ ഒരു കട്ടിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ബൈക്കിൽ നിന്ന് വീണോ? അല്ല, ഫുട്ബോൾ കളിക്കായിരുന്നു. അപ്പോൾ ഫുട്ബോൾ കളിച്ച് കാലൊടിഞ്ഞു പോയി. അപ്പോൾ അത് കഴിഞ്ഞ് സ്ക്രൂ സ്റ്റീലൊക്കെ ഇടേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ ഒരു 1.5 മാസം പക്ക അനക്കാതെയുള്ള റെസ്റ്റാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇരുന്ന് ബോറടിച്ച് അപ്പം ഇതിൻ്റെ ഓഡിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിനീതിൻ്റെ ബ്ലോഗ് വായിക്കായിരുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ എൻ്റെ ഒരു ഫോട്ടോ അയച്ചു കൊടുത്താണ്. അപ്പോൾ വരാൻ പറഞ്ഞു. അപ്പോൾ വീട്ടിൽ അമ്മ പറഞ്ഞു കാലനങ്ങാൻ പാടാൻ സമയത്ത് ഓഡിഷനൊന്നും പോകണ്ട. പക്ഷെ എന്തോ എൻ്റെ ഉള്ളിൽ പറഞ്ഞു ഇതിന് പോകണം എന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചു, കാറിൽ പോയി. അങ്ങനെ എന്നെ പോയതിൻ്റെ മെയിൻ റീസൺ എനിക്ക് വിനീതിനൊന്ന് കാണാമല്ലോ എന്ന് എഴുതിയിട്ടായിരുന്നു. വിനീതിനൊന്ന് കാണാലോ, ഒരു ഹായ് ഹലോ പറഞ്ഞിട്ട് പോരാന്നുള്ളതായിരുന്നു. പക്ഷേ ഈ 1.5 മാസം വീട്ടിലിരുന്നുകൊണ്ട് താടിയും മീശയൊക്കെ വളർത്തി ഒരു വേറെ കോലത്തിലായിരുന്നു. അപ്പോൾ വിനീതിന് വേണ്ടത് അങ്ങനത്തെ ഒരാളായിരുന്നു. അപ്പോൾ ഇത് രണ്ടും ഒരു നിമിത്തമായി മാറിയായിരുന്നു. ബാക്കിയുള്ള ആൾക്കാർ വളരെ ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് നല്ല ഇതൊരു യൂത്ത് സിനിമ ആയതുകൊണ്ട് മറ്റേ ബനിയൻ ടീഷർട്ടൊക്കെ ഇട്ട് ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് മുടിയൊക്കെ വെട്ടി വളരെ നീറ്റ് പിള്ളേരായിരുന്നു. ഞാൻ മാത്രമാണ് വളരെ അലസമായിട്ട് ചെന്നുള്ളൂ. അപ്പോൾ അതായിരിക്കണം ഇഷ്ടപ്പെട്ടത്. താങ്കളെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം അതായിരിക്കണം. അവിടെ എത്തി താങ്കൾ പരിസരം നിരീക്ഷിച്ചപ്പോൾ അത് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു? ഒരു പ്രതീക്ഷയില്ല. കാരണം കാല് വയ്യാത്ത ഒരാളെ സിനിമയിൽ എടുക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. ഇതെപ്പോൾ ശരിയാവും, ഇത് കഴിഞ്ഞിട്ട് പിന്നെ 1 മാസം ഫിസിയോതെറാപ്പി വേണം, നടക്കാൻ സമയമെടുക്കും. വിനീത് എങ്ങനെയാണ് പറഞ്ഞത് താങ്കൾ എൻ്റെ സിനിമയിലേക്ക് വരാൻ പോവുകയാണെന്നുള്ളത്? അല്ല, അത് കഴിഞ്ഞിട്ട് പറഞ്ഞു വേറൊരു ഓഡിഷൻ നടത്തുന്നുണ്ട്, ഒരു ക്യാമ്പ് നടത്തുന്നുണ്ട് 5 days. അതിനൊന്ന് പറ്റി അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോഴും വടിയൊക്കെ കയ്യിലുണ്ട്.
എനിക്ക് അപ്പോഴേ വിനീതിനെ മനസ്സിലുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ അവിടെ അങ്ങനെ പല സ്കിറ്റ്സും പല പരിപാടികളും നമ്മളിങ്ങനെ ഗ്രൂപ്പായിട്ട് പല ഇതുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്.